ക്നാനായ സമുദായം ഇന്നലെയും ഇന്നും നാളെയും അതിൻ്റെ തനിമ കാത്തുസൂക്ഷിക്കുന്ന ചില വിവാഹാചാരാനുഷ്ഠാനങ്ങൾ ഇതാ അടച്ചുതുറപ്പാട്ടിലൂടെ അനുസ്മരിക്കുന്നു. ക്നാനായ സമുദായത്തിന് 16 നൂറ്റാണ്ടുകളുടെ ജീവിക്കുന്ന പാരമ്പര്യവും തലമുറ കൈമാറി ലഭിച്ച പൈതൃകവും സ്വസമുദായ വിവാഹനിഷ്ഠ ഉൾപ്പെടെ അമൂല്യങ്ങളായ ആചാരങ്ങളുമുണ്ട്. പാരമ്പര്യമായി തുടർന്നു പോരുന്ന ക്നാനായ ആചാരങ്ങൾ ക്നാനായക്കാരുടെ വിശ്വാസത്തിൻ്റെയും ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും ശ്രേഷ്ഠതയുടെയും പ്രകടനമാണ്. വിവിധ സംസ്കാരങ്ങളും ദർശനങ്ങളും പാരമ്പര്യങ്ങളും ക്നാനായ സമുദായത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ക്നാനായക്കാർ ഭാരതീയരായ യഹൂദ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ക്നാനായ ആചാരങ്ങളിൽ യഹൂദ പാരമ്പര്യങ്ങളും ക്രൈസ്തവ ചിന്തകളും ഭാരതീയ അനുഷ്ഠാനങ്ങളും സമന്വയിച്ചിരിക്കുന്നു. ഒരു ജനതയുടെ സംഘജീവിതത്തിൻ്റെ സംയോജനം ഈ ആചാരങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. ക്നാനായ ആചാരാനുഷ്ഠാനങ്ങൾ ദിവ്യമായി കരുതുന്നതിനാൽ എല്ലാ ചടങ്ങുകളും പ്രാർത്ഥനാ ചൈതന്യത്തിൽ അനുഷ്ഠിക്കുകയും പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും ചെയ്യുന്നു. ക്നാനായ ആചാരങ്ങളിലെയും വിവാഹങ്ങളിലെയും പ്രാർത്ഥനാ ഗാനമാണ് മാർത്തോമൻ നന്മയാൽ എന്നു തുടങ്ങുന്ന ഗാനം. മൈലാഞ്ചിയിടൽ. വിവാഹത്തിന്റെ തലേ ദിവസം വധുവിന്റെ വീട്ടിൽ നടത്തുന്ന ചടങ്ങാണ് മൈലാഞ്ചിയിടൽ. സൗന്ദര്യവർദ്ധനവ് മാത്രമല്ല, വിശുദ്ധീകരണം കൂടിയാണ് ഈ അനുഷ്ഠാനത്തിലൂടെ നടത്തപ്പെടുന്നത്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ആദ്യ മാതാവായ ഹൗവ ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നതുമൂലം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു.
തന്മൂലം അവളുടെ കരങ്ങളും പാദങ്ങളും കളങ്കപ്പെട്ടു. മക്കളുടെ കരചരണങ്ങളെയും പങ്കിലമാക്കിയതിനാൽ വിവാഹത്തിനൊരുങ്ങുന്ന യുവതിയുടെ പാപകളങ്കങ്ങൾ കഴുകി വിശുദ്ധീകരിക്കുന്ന കർമ്മമായി മൈലാഞ്ചി ലേപനത്തെ കാണുന്നു. ഇച്ചപ്പാട്. വിവാഹത്തലേന്ന് വധുഗ്രഹത്തിൽ നടക്കുന്ന ചടങ്ങാണ് ഇച്ചപ്പാട്. മണവാട്ടിയുടെ പിതൃസഹോദരന്മാരിൽ മുതിർന്നയാൾ വധുവിന് മധുരം കൊടുക്കുന്നു. ഇച്ഛ പോലെ ഭവിക്കട്ടെ എന്ന ആശംസയാണ് ഇച്ചപ്പാട് എന്ന പേരിന് നിദാനം. ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല. ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല. മണവാട്ടി പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടു കേട്ടു. ചന്തം ചാർത്ത്. 17 പരീക്ഷകൾക്ക് മേലുള്ള മംഗളരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല. 17 പരീക്ഷകൾക്ക് മേലുള്ള മംഗളരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല. 17 പരീക്ഷകൾക്ക് മേലുള്ള മംഗളരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടു കേട്ടു. വിവാഹത്തലേന്ന് വൈകിട്ട് വരന്റെ വീട്ടിൽ നടത്തുന്ന ചടങ്ങാണ് ചന്തം ചാർത്ത്. ചന്തം ചാർത്തൽ എന്നാൽ വരന്റെ മുഖം ക്ഷൗരം ചെയ്ത് ഭംഗി വരുത്തുക എന്നർത്ഥം. വെള്ള വിരിച്ച ചെറിയ പീഠവും കത്തിച്ച വിളക്കും വരന്റെ സഹോദരിമാർ പന്തലിൽ സജ്ജീകരിക്കുന്നു. വരന് ഇച്ചപ്പാട്. ും
വരന്റെ പിതൃസഹോദരൻ രണ്ടാം മുണ്ടെടുത്ത് തുമ്പ് രണ്ടും മുകളിലേക്ക് വരത്തക്ക വിധം തലയിൽ കെട്ടിയ ശേഷം 3 പ്രാവശ്യം സഭാനുവാദം വാങ്ങി കൈ ശുദ്ധമാക്കിയതിനു ശേഷം 3 പ്രാവശ്യം ഇച്ചപ്പാട് നൽകുന്നു. ഐശ്വര്യപൂർണവും മധുരോദരവുമായ ജീവിതം ആശംസിക്കുകയാണിവിടെ. ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. മണവാള ചെറുക്കൻ ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടു കേട്ടു. മുന്നം മാലങ്കര കൂടിയേറുവാതിനാലെ കൊമ്പൻ കീനാരെന്ന ദേഹം മുതിർന്നവാറെ മെയ്യേ രാജമക്കളെണ്ണൻപതും കൂടിപ്പോകിണ്ട് കുടിയാരുത്തമരാകും ഇവർ 400 കാസോലിക്കയാരുളാലെ കപ്പൽ പോകിണ്ട് മെയ്യേ വന്ന പരദേശി കൊടുങ്കല്ലു പോകിണ്ട് മുന്നം മാലങ്കര കൂടിയേറുവാതിനാലെ കൊമ്പൻ കീനാരെന്ന ദേഹം മുതിർന്നവാറെ മെയ്യേ രാജമക്കളെണ്ണൻപതും കൂടിപ്പോകിണ്ട് കുടിയാരുത്തമരാകും ഇവർ 400 കാസോലിക്കയാരുളാലെ കപ്പൽ പോകിണ്ട് മെയ്യേ വന്ന പരദേശി കൊടുങ്കല്ലു പോകിണ്ട്. മടമ്പം ഫൊറോന പള്ളിയുടെ വക കളരിക്കൽ മത്തായി മറിയം മകൻ മാത്യുവും പെരിക്കലൂർ പള്ളിയുടെ വക പള്ളിപ്പുറത്ത് അബ്രാഹം മേരി മകൾ മരിയയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിളിച്ചു ചൊല്ലിയ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ വിവരം പള്ളിയിൽ നേരത്തെ അറിയിക്കേണ്ടതാണ്. ജീവിതത്തിൽ പുതിയ വസന്തം വരുവാനും പൂക്കൾ വിരിയുവാനും മഞ്ഞു പെയ്യാനുമുള്ള കാലങ്ങളിലേക്കുള്ള യാത്ര. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മൺചിരാതുകൾ ഇവരുടെ ജീവിതത്തിൽ പ്രഭ ചൊരിയട്ടെ എന്ന പ്രാർത്ഥന. കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളവാണികളാൽ മംഗളമരുളുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളവാണികളാൽ മംഗളമരുളുന്നു, മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ. ജ്ഞാനായ വിവാഹാചാരത്തിൻ്റെ മാത്രം പ്രാർത്ഥനാ ഗാനമാണ് ബറുമറിയം. വധുവരന്മാരെ ആശീർവദിച്ചനുഗ്രഹിക്കുകയാണിവിടെ. ബറുമാറിയം ബറുമാറിയം ബറു ആലാഹ യൽദസുമാരിയം. നടവിളി. പൊതുജീവിതത്തിലേക്ക് വധുവരന്മാരെ വരവേൽക്കുന്ന ഭാഗമാണ് നടവിളി. വധുവരന്മാരുടെ അമ്മാവന്മാരുടെ നേതൃത്വത്തിലാണ് നടവിളി നടത്തുന്നത്.
നിറദീപത്തിന്റെ സാന്നിധ്യത്തിൽ വിവാഹ പന്തലിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതിമാരെ വരന്റെ മാതാവ് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. നെല്ലും വെള്ളവും കുരുത്തോലയുമുള്ള താലത്തിൽ നിന്ന് കുരിശാകൃതിയിലുള്ള കുരുത്തോലയെടുത്ത് വെള്ളത്തിൽ മുക്കി 3 പ്രാവശ്യം വധൂവരന്മാരുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നു. നെല്ല് ഐശ്വര്യത്തിൻ്റെയും വെള്ളം ശുദ്ധീകരണത്തെയും കുരുത്തോല വിശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു. വധൂവരന്മാർ പാലിക്കേണ്ട ജീവിത വിശുദ്ധിയെയും സന്താന ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. തൻ്റെ നെഞ്ചോടടുക്കി പിടിച്ച് കരുതലിൻ്റെ തണലും സ്നേഹവാത്സല്യങ്ങളുടെ കുളിരും പകർന്നു നൽകി വളർത്തിയ മകൾ ഭർത്താവിനോടൊപ്പം പോകുന്ന സുന്ദര മുഹൂർത്തത്തിൽ ഹൃദയം നിറഞ്ഞ് അവൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന നിമിഷങ്ങളാണ് വാഴുപിടുത്തം. മണർക്കോലത്തിരിക്കുന്ന വധൂവരന്മാരുടെ ശിരസിൽ കൈകൾ കുരിശാകൃതിയിൽ വെച്ചുകൊണ്ട് വധുവിൻ്റെ അമ്മ അവർക്ക് അനുഗ്രഹവർഷമേകുന്ന ധന്യമുഹൂർത്തമാണിത്. വാഴുപിടിക്കട്ടെ കേട്ടില്ല വാഴുപിടിക്കട്ടെ കേട്ടില്ല മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും വാഴുപിടിക്കട്ടെ. ആ കേട്ടു കേട്ടു വാഴ്വെന്ന വാഴു നീനക്കാകെ തന്നേ നീയും നിൻ ഭർത്താവും മക്കളും കൂടെ കാലം പേരുതായി വാണിട്ടിരിക്കണം വാഴ്വാന ഭൂമി ഫലമാകെ തന്നേ പങ്കിട്ടു നിൻ മക്കൾ കൊള്ളുക എന്നേ വീഴാതെ സെൽവവും വിരിവാന വാഴുവതെല്ലാം നിനക്ക് വിത്താലിരട്ടിപ്പതെല്ലാം നിനക്ക്. പാലും പഴവും നൽകൽ. പരിശുദ്ധിയുടെ പര്യായമായ പാലും നൈവേദ്യ പ്രതീകമായ പഴവും നവദമ്പതിമാർക്ക് നൽകിക്കൊണ്ട് അവരുടെ ഭാവി ജീവിതം മധുരതരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഇനി 2 അല്ല 1 എന്ന് സൂചിപ്പിക്കുവാൻ ഇവർ ഒരേ പാത്രത്തിൽ നിന്ന് മധുരം കഴിക്കുന്നു. പൊന്നും തളികയിൽ പാലും പഴവുമായി വെള്ളി വിളങ്ങുന്ന കിണ്ടിയിൽ വെള്ളവും കൊണ്ടു ചെന്നങ്ങ് കൊടുത്ത മധുരങ്ങൾ ഈശോ മിശിഹ തുണയാകുന്നെപ്പോഴും. കച്ചതഴുകൽ. പൂർവപിതാവായ അബ്രാഹം തൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടി സ്വന്തം കുലത്തിൽ നിന്നൊരു വധുവിനെ കണ്ടുപിടിക്കുവാൻ സേവകനെ നിയോഗിച്ചപ്പോൾ ആ ഭൃത്യൻ അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ സൂചനയായി തുടയ്ക്കു താഴെ കൈവച്ച് സത്യം ചെയ്യുകയും ചെയ്തതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കച്ചതഴുകൽ. കച്ച തഴുകട്ടെ കേട്ടില്ല കച്ച തഴുകട്ടെ കേട്ടില്ല മണവാളനും മണവാട്ടിയും കച്ച തഴുകട്ടെ. ആ കേട്ടു കേട്ടു പൊന്നണി നീടും കണ്ടു കരേറി മംഗല്യവേല കാൺമാൻ വളർക്കൊടി മുന്നിൽ മുത്തണിന്തോനെ ആട്ടവും വീശി പിന്നണി മുന്നിലകമ്പടി നായൻ നിന്നിളയാട്ടവും പാട്ടും മുത്തു ചിഹ്നത്തോടു ചിത്രം നീ
ഹൃദയത്തിലായിരം സൗരമണ്ഡലങ്ങളെ ഉദിപ്പിക്കുന്ന ജ്ഞാനായ വിവാഹ ആചാരങ്ങൾ മാഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണമാണ്. ഓർമ്മകളുടെ പാടവരമ്പിലൂടെയുള്ള സഞ്ചാരമാണ്. ചരിത്രത്താളുകളിലൂടെയുള്ള യാത്രയാണ്. ജ്ഞാനായ ആചാരങ്ങളുടെ അർത്ഥവും തനിമയും മാഞ്ഞുപോകാതെ സഭയോട് ചേർന്ന് നിന്ന് പൂർവിക സ്മരണകൾ ഹൃദയതലങ്ങളിൽ ആലേഖനം ചെയ്യാം.